ഹലോ, വെൽക്കം ബാക്ക് ടു നസി വ്ളോഗ്സ്. ഇപ്പോൾ ടൈം പുലർച്ചെ 3 മണിയാണ് കേട്ടോ. അപ്പോൾ ട്രിപ്പ് വളരെ എക്സൈറ്റ്മെൻറ്റിൽ നേരത്തെ നീറ്റതാണ്. നീക്കത് പറഞ്ഞാൽ ഉറങ്ങിയിട്ടില്ല, അത് വേറെ കാര്യം. ട്രിപ്പ് പോകുമ്പോൾ നമുക്ക് ഉറക്കവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പം മോർണിംഗ് എണീറ്റു, ഇനി ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ എല്ലാവരും മാറ്റി റെഡിയായി, ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ വല്ല ഇറങ്ങാമെന്നുള്ള പ്ലാനായി. അപ്പോൾ നമ്മൾ ബസ് നിർത്തിയിരിക്കുന്നത് ഞങ്ങളുടെ കരുവാങ്കല്ല് പള്ളീൻ്റെ അടുത്തായിരുന്നു. ഞങ്ങൾ അവിടേക്ക് ജസ്റ്റ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബസ്സിൽ ഏകദേശം എല്ലാവരും കയറി സെറ്റായിട്ടുണ്ട്. അപ്പോൾ മാഷാല്ലാ ഞങ്ങൾ ബസ് സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങൾ യാത്ര ഏതായാലും തുടങ്ങി കേട്ടോ. ഒരു ഭാഗത്ത് എല്ലാവരും പാട്ട് പാടിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. എല്ലാവരും ഗായകന്മാരാട്ടോ. പാട്ട് പാടിൻ്റെ ഇടയിൽ ബക്കൊക്കെ എല്ലാവരിലേക്കും ഉണ്ണിയപ്പം ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും മോർണിംഗ് ഫസ്റ്റ് ഉണ്ണിയപ്പമാണ് കഴിച്ചത്. എല്ലാവരും ഓരോ സ്നാക്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അമ്മായി ചൊട്ട നല്ല അടിപൊളം ഉണ്ണിയപ്പൊക്കെ കഴിച്ചു. ട്രിപ്പ് ഉഷാറായിട്ടുണ്ട്. മോർണിംഗ് എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണ തിരക്കാണ്. വണ്ടി ഒരു ഭാഗത്ത് സൈഡാക്കിയിട്ട് എല്ലാവരും നല്ല പത്തിരിയും പൊറോട്ട ചിക്കൻ കറിയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ ഒരു റഷാണ് കാണുന്നത്. പാട്ട് വീണ്ടും പാട്ട് തന്നെയാണ് ലയിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഒരു റൗണ്ട് പാട്ട് തന്നെ തീർന്നിട്ടില്ല. അപ്പോഴത്തും വയനാടെത്തി. എല്ലാവരും നല്ല എൻജോയ് ചെയ്തു. വയനാട് ഏകദേശം ചോരൊക്കെ കഴിയാനായിട്ടുണ്ടായിരുന്നു. ആഡംബരങ്ങളൊന്നായി കെട്ടിക്കൊണ്ടാടുന്ന ആനന്ദമുട കല്യാണം. അപ്പോൾ പാട്ടും കാര്യങ്ങളും പാട്ടിനനുസരിച്ച് ഓരോരുത്തരുടെ താളൊക്കെ പിടിക്കുന്നുണ്ട്. അങ്ങനെ എന്തായാലും നല്ല ചില്ലായിട്ടുണ്ട്. എല്ലാവരും നല്ല വൈബിലാണ്. ടൂറിൻ്റെ തന്നെ ഒരു മിനിറ്റ് പോലും ആർക്കും ബോറടിച്ചിട്ടില്ല. ആരും ഒന്നും ഉറങ്ങിയിട്ട് പോലും ഇല്ല. ബസ് കയറിയപ്പം തുടങ്ങിയതാണ് പാട്ടും കളിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ ലൈന് നിൽക്കുന്നത് നമ്മൾ ഡാമിലേക്ക് ഉള്ള ടിക്കറ്റിന് വേണ്ടിയിട്ടാണ്. എല്ലാവരും ലൈനിൽ നിന്ന് ടിക്കറ്റൊക്കെ എടുത്തതിന് ശേഷം അവിടേക്ക് കയറി. ഇവിടെ പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ഫോട്ടോഷൂട്ടും റീൽസൊക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമാണ്. അതൊക്കെ കഴിഞ്ഞ് എല്ലാവരും ബസ് കയറിയാൽ പിന്നെ ഇതാണ് കഥ. പാട്ടിട്ട് എല്ലാവരും അതിനനുസരിച്ച് പൊളിച്ച് ഒന്നും പറയാനില്ല. കാരണം ഞങ്ങൾ വിചാരിക്കണായിട്ട് എത്രയോ
അപ്പോൾ ഉച്ചയായപ്പോൾ ഇതാ നമ്മളെ ചെമ്പ് പൊട്ടിച്ചിട്ടുണ്ട്. കാറ്ററിങ് അതിനോട്ടോ ഫുള്ളും. അപ്പോൾ എല്ലാവരും കൂടി നല്ല ബീഫ് ബിരിയാണി കഴിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇരിക്കാനൊന്നും സ്ഥലമല്ല, അവിടെ ഇവിടെയും കല്ലും അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു. ബീഫ് ബിരിയാണി കൊണ്ടുവന്ന മിഠായി കാര്യങ്ങളൊക്കെ പാട്ടാടുക, ഡാൻസ് ചെയ്യുക, അതിൻ്റെ എനർജി കഴിയുമ്പോൾ വീണ്ടും ഫുഡ് അടിക്കുക. പിന്നെ ഞങ്ങൾ പൂക്കോട്ടൂർ തടാകത്തിലാണ് ലാസ്റ്റ് എത്തിയത്. ഞങ്ങൾ സ്ഥലങ്ങളൊന്നും വല്ലാതെങ്കിലും കവർ ചെയ്തിട്ടില്ല. സ്ഥലം കാണലല്ല, വയനാട് കാണാത്തൊരു ആരും ഉണ്ടായിട്ടുണ്ടായില്ല. എല്ലാവരും ഒന്ന് ഫാമിലി കൂടി ആയിരുന്നു ചില്ലാവുക, ബസ്സിൽ യാത്ര, പിന്നെ എവിടെയെങ്കിലും ഒന്ന് ഇരുന്നിട്ട് എല്ലാവരും ഓരോ ഗെയിമും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കുട്ടികൾ പാർക്കിലും കാര്യങ്ങളിലൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും അങ്ങനെ ഇരുന്ന് കുറേ സോറൊക്കെ പറഞ്ഞു. പിന്നെ പൂക്കോട്ടൂർ തടാകം ചുറ്റോടും ഒരു റൗണ്ട് അടിച്ചിട്ടോ, അത്യാവശ്യം നടക്കാണ്ട് രസമായിരുന്നു. അതിൻ്റെ ഇടയിൽ കുറേ റീലും കാര്യങ്ങളൊക്കെ എടുത്തു. അങ്ങനെ നല്ല അടിപൊളിയായിരുന്നു ട്രിപ്പ്. ക്യാമറ വളഞ്ഞ് നോക്കണ്ട കേട്ടോ, അവിടെ കുറേ കുരങ്ങന്മാർ ഇരിക്കണുണ്ടോണ്ട് പേടിച്ചിട്ട് ക്യാമറ പോയതാണ്. കുട്ടികളൊക്കെ ഉണ്ട് കുരങ്ങൻ്റെ കൂടെ. അങ്ങനെ പേടിച്ച് അതിലൂടെ ഇങ്ങനെ നടന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ആംബിയൻസുള്ള സ്ഥലം. ഒരുപാട് കുരങ്ങന്മാരുണ്ടായിരുന്നു. ഞങ്ങൾ വണ്ടിയിൽ കയറി. ഇപ്പോൾ ഇതാ അടുത്ത സ്വീറ്റ്സ് വിതരണം ചെയ്യുന്നു. ശർക്കര പുരട്ടി, ശർക്കര മിഠായി അങ്ങനെയൊക്കെ പറയുന്നു, ശർക്കര വായിക്കായി എന്തൊക്കെയോ പറയും. അത് ഇതാ അടുത്ത ആൾ എല്ലാവരേക്കും ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് എല്ലായ്പ്പോഴും കാണാനും കേൾക്കാനും ഉണ്ടാകാനും ജീവിതത്തിൽ പറ്റില്ല. ഇപ്പൊ നമുക്കറിയാം നമ്മുടെ കുടുംബത്തിലുള്ള കുറെ പേര് 2 പോയിന്റ് പറയാനുള്ളത് വെച്ചാൽ, ഒന്ന് ചെറിയ മക്കളെ കയറ്റി വന്ന ഈ ടൂറിന് ടൂർ ഉണ്ടാക്കിയ ആള് ബാക്കിൽ നിൽക്കുകയാണ്, മുന്നിൽ വരണം. ബാബുവിനെ കൊണ്ടാണ് ഈ പോക്ക് വന്നത്. വ്യത്യസ്തമായ അനുഭവം നമുക്കായി. അതുപോലെ നമ്മുടെ ഈ കൊണ്ടാണ് പിന്നെ നമ്മളെ കുടുംബ ബന്ധങ്ങളെ കാണാനും എല്ലാവരും. അപ്പോൾ ഈ ഫാമിലി ടൂർ വളരെ നല്ല അനുഭവമായിരുന്നു. അടിപൊളി ട്രിപ്പായി അല്ലേ? അല്ലേ കുട്ടികളൊക്കെ പറയാം എങ്ങനെ ട്രിപ്പിനൊക്കെ അടിപൊളിയല്ലേ? ആ ഒരു ആവലെന്നെ മതി. അടിപൊളി ടൂറായിരുന്നു. പിന്നെ മമ്മീനും കാക്കും മുത്താപ്പനും വല്യമ്മയൊക്കെ ഇല്ലാത്തോണ്ട് ചെറിയൊരു മിസ് ചെയ്ത് അങ്ങനെ ഓരോരുത്തരും നമ്മൾ ടൂറിൻ്റെ ഫീഡ്ബാക്കൊക്കെ ഇങ്ങനെ അറിയിച്ചുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് നൈറ്റ് എല്ലാവരും നമ്മളെ നാട്ടിലെത്തിയപ്പോൾ ഫുഡ് കഴിക്കാൻ പേട്ടയിലൊരു ഹോട്ടലിൽ നിർത്തി. ഇവിടുത്തെ അൽഫാം മന്തി ആയിരുന്നു ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞപ്പോൾ അതന്നെ ഒരു 6 കിലോന് ഈ ആൾക്കാർക്കൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഫുഡ് വേണ്ട എന്ന് പറഞ്ഞവരൊക്കെ പിന്നെ എല്ലാവരും ഫുഡ് കഴിച്ചു. ഏതായാലും ഇവിടെ ഇറങ്ങിയാലോ വിചാരിച്ചിട്ട്. അപ്പോൾ അൽഫാം മന്തി തട്ടണ തിരക്കാണ് ഈ കാണുന്നത്. പ്ലേറ്റ് കാലിയായത് അറിഞ്ഞില്ല. എല്ലാവരും നല്ല ലാവിഷായിട്ട് കഴിച്ചു. നല്ല മക്കളാണ് പിന്നെ എല്ലാവരും അടമഴി വരും അതിൽ നനയുവാൻ
ട്രിപ്പൊക്കെ കഴിഞ്ഞ് എല്ലാവരും വണ്ടി എടുത്തിട്ട് വീട്ടിലേക്ക് പോയോണ്ടിരിക്കുകയാണ്. ഇതിൽ ട്രിപ്പിൽ എല്ലാവർക്കും ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിനി. അതൊന്നും ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ടില്ല കേട്ടോ. അപ്പം എല്ലാവരും വീട്ടിലേക്ക് പോകുന്ന കാര്യം എല്ലാവർക്കും ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിരുന്നു അമ്മേൻ്റെ മോള്. അപ്പോൾ അടിപൊളിയായിട്ടുണ്ട്.